അങ്ങനെ BP അങ്ങാടിയിൽ ആ നേർച്ചയ്ക്ക് ആനടഞ്ഞിരിക്കുന്നു. ഇത് BP അങ്ങാടിയിൽ മാത്രം നടക്കാൻ പോകുന്നൊരു സംഭവമൊന്നുമല്ല. ഇനി നടക്കാൻ പോകുന്ന കേരളത്തിലെ വേനൽക്കാലമാണ്. വേനൽക്കാല ഭാഗങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒട്ടുമിക്ക ഉത്സവങ്ങളിലും ഒട്ടുമിക്ക പള്ളി പെരുന്നാളിലും ആന ഇടയാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ 2025-ലും ഒരു ബോധവുമില്ലാത്ത ഒരു ധാരണവുമില്ലാത്ത ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഭ്രാന്തന്മാരായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വലിയ അത്ഭുതം. ഇപ്പോഴും ആളുകളൊരു വിചാരം, ഈ ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആനകളുടെ കുറെ പേരുകൾ, കുട്ടിശങ്കരനും രാഘവനും മേനോനൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പേരുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമെന്നും ആനകളൊക്കെ അങ്ങനെ വളരെ ഇണങ്ങിയൊരു ജന്തുവാണെന്നൊക്കെ ഒരു ധാരണ, ഒരു വന്യമൃഗമാണുള്ള ധാരണ, അല്ലെങ്കിൽ ഒരു നാട്ടുമൃഗമാണുള്ള ധാരണ ഒക്കെ പല ആളുകൾക്കുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ BP അങ്ങാടിയിൽ ഈ ആനയുടെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ലേലം വിളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടറിഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഈ എന്താ പറയുക, മരിക്കാൻ വേണ്ടി ലേലം വിളിക്കുക എന്ന് പറഞ്ഞ പരിപാടികൾ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു.